നമസ്കാരം. ഒരു നല്ല വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് 4 മാസം. പുനരധിവാസവും ഉപജീവനവും ഇപ്പോഴും ആശങ്കയിൽ. ആഴമുള്ള ദുരന്തമേൽപ്പിച്ച മുറിവുമായാതെ ഒരു ജനത. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കരതൊടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴ. ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കൊച്ചിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. 3 പേർക്ക് പരിക്ക്. ബസ്സിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് പോയ ബസ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ പിഴവിൽ കുട്ടിയുടെ കുടുംബം നിയമവഴിക്ക്. 3 ഡോക്ടർമാർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഡിസംബർ 3-ന്. രാഹുലും പ്രിയങ്കയും ഇന്ന് വയനാട്ടിൽ. കോഴിക്കോട് മുക്കത്ത് പൊതുസമ്മേളനം. 3 സ്വീകരണം. മഹാരാഷ്ട്രയിൽ അനിശ്ചിതത്വം തുടരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ അതൃപ്തി പരിഹരിക്കാൻ ശ്രമം. നാളെ വീണ്ടും മുന്നണി യോഗം ചേർന്നേക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ നിലപാടിനൊപ്പം ICC. ഹൈബ്രിഡ് മോഡൽ സമ്മതിച്ചില്ലെങ്കിൽ വേദി മാറ്റുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് നിർണായക യോഗം. വിശദമായ വാർത്തയിലേക്ക്. മുറിവുണങ്ങാതെ മുണ്ടക്കൈയും ചൂരൽമലയും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 മാസം. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ രാത്രി നൽകിയത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങളിൽ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത. എല്ലാ സഹായവും ഉറപ്പു നൽകിയവർ വാക്കുപാലിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവർ. 4 മാസം പിന്നിടുമ്പോഴും ആ നടുക്കം അവരെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഉറ്റവർ നിരവധി ആളുകൾ അവരെ വിട്ട് പോയി. ജീവനും സ്വത്തിനുമൊക്കെ വലിയ ഭീഷണിയായി ആ ദുരന്തം എത്തിയപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഭീതിയിലാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ. ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് പുനരധിവാസത്തെക്കുറിച്ച് തന്നെയാണ്. അവിടെ തന്നെ അവർക്ക് വീടൊരുക്കുകയാണെങ്കിൽ, അവിടെ തന്നെ അവർക്ക് താമസ സൗകര്യം ഒരുക്കുകയാണെങ്കിൽ അതിൽ ഏറെ സന്തോഷവാന്മാരാകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ കാത്തിരിക്കുകയാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച ആ ദുരന്തമുണ്ടായിട്ട് 4 മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകൾക്കപ്പുറം അത് അനുഭവിച്ചവരുടെ ഓർമ്മയിലേക്ക് പോകുമ്പോൾ അവർക്കിപ്പോഴും ആ വിറയൽ മാറിയിട്ടുണ്ടാകില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാർ മുതൽ നിരവധി ആളുകൾ അവിടെ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്. എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, ഗുഡ് മോർണിംഗ്. പക്ഷേ ഈ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സുപ്രഭാതം ആശംസിച്ച് തുടങ്ങാനാകില്ല. പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു 4 മാസത്തിനിപ്പുറം അതൊരു സാധാരണ സംഭവമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്ന് മാത്രമായിട്ട് കാണുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴും ഈ ദുരന്തത്തെ അതിജീവിച്ച ആളുകളുടെ അവസ്ഥ, അത് നമുക്ക് നമ്മുടെ വാർത്തകൾ കൊണ്ടൊന്നും പൂർണ്ണമായിട്ടും ലോകത്തിനെ അറിയിക്കാൻ കഴിയാത്തത്ര ദാരുണമാണ്. ഈ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ അവസ്ഥ, ജീവൻ മാത്രം തിരിച്ചു കിട്ടിയവരുടെ അവസ്ഥ, അതുപോലെ അത്രയും കാലം തങ്ങളുടെ അധ്വാനത്താൽ നേടിയതും സ്വന്തമായതുമെല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമായവരുടെ അവസ്ഥ, അതൊക്കെ നമുക്ക് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം നൽകുന്ന കാഴ്ചകളും സാഹചര്യങ്ങളുമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒന്ന്
പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ വലിയ ഒരു ആധിയിൽ നിൽക്കുന്ന 47 കുടുംബം, 47 പേരെയാണ് കണ്ടെത്താനുള്ളതാണ് സർക്കാർ കണക്ക്. പക്ഷേ അതിലധികം കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നിൽ പിന്നെ സർക്കാർ അവരെ തിരിച്ചു കിട്ടില്ലെന്ന കണ്ട് അവർ മരിച്ചതായി കണക്കാക്കിയുള്ള രേഖകൾ നൽകേണ്ടതുണ്ട്. അതും ഒന്നുമായിട്ടില്ല. അപ്പോൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ടും ഇനി എന്ത് ഇവരെക്കുറിച്ചുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതേപോലെ DNA പരിശോധന അത് പലപ്പോഴും ലഭിച്ചത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അത് ആരുടേതാണെന്ന് അറിയാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. DNA പരിശോധനാ ഫലങ്ങളൊക്കെ ഒരുപാട് വൈകുന്നു. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം ഒന്നതാണ്. രണ്ടാമതായിട്ട് ആ ദുരന്തത്തെ അതിജീവിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും അവരുടെ ജന്മനാട്ടിൽ നിന്ന് പലയിടങ്ങളിലായി ചിതറിപ്പോയ അവസ്ഥയിലാണ് ഉള്ളത്. പലരും വാടകയ്ക്കാണ്. അപ്പോൾ എത്ര കാലം ഈ വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. കാരണം പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ്. സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയെങ്കിലും അത് കോടതി നടപടികൾ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ എവിടേക്ക് മാറേണ്ടി വരും എന്നറിയാത്ത അവസ്ഥ, എത്ര കാലം വാടകയ്ക്ക് കഴിയേണ്ടി വരുമെന്നറിയാത്ത അവസ്ഥ. അത്തരത്തിൽ നാളെ എന്ന ചോദ്യം അവർക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ കിടക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായി. രണ്ടാമതായിട്ട് അവർക്ക് ഇനി എവിടെ പോയി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. അതിലൊക്കെ അപ്പുറത്തായിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ആ ദുരന്തത്തിൽ ഇരകളായവരൊക്കെ അതുവരെ സമ്പാദിച്ചതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ജീവൻ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുനരധിവാസത്തിൽ ഒരു പക്ഷേ വീടും ഒരു 4 സെൻറ്റോ ഭൂമിയോ ആയിരിക്കും കിട്ടുക. പക്ഷേ അവർക്ക് നഷ്ടമായതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിലുള്ള ജനങ്ങളുടെ ആ ദുരന്തത്തെ അതിജീവിച്ച ഓരോരുത്തരുടെ അവസ്ഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അവരൊക്കെ പറയുന്ന കാര്യം, പലർക്കും വർഷം 10-20 ലക്ഷമൊക്കെ വരുമാനം കിട്ടിയിരുന്ന കൃഷിഭൂമികളൊക്കെ നഷ്ടമായവരുണ്ട്. അണയ്യനെ പോലത്തെ കാപ്പിത്തോട്ടങ്ങൾ നഷ്ടമായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് ഇനി കിട്ടുക എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഒരു വീട് കിട്ടുമായിരിക്കും, അതിനപ്പുറത്ത് എന്ത് എന്നുള്ള കാര്യം, അത്രയും കാലം ലഭിച്ച വരുമാനം ഇനി ഒരിക്കലും കിട്ടില്ല. അവരുടെ അധ്വാനം അതിനുള്ളൊരു ബദലായിട്ട് സർക്കാർ എന്ത് നൽകുമെന്നറിയില്ല. പുനരധിവാസം അത് എവിടെ എത്താതെ കിടക്കുന്നു. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ തിരിച്ചടക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ ഈ ബാങ്ക് വായ്പകളുടെ കാര്യത്തിലും പുനരധിവാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. അതും വൈകുന്ന ഒരു സാഹചര്യം. അങ്ങനെ എണ്ണമറ്റ പ്രശ്നങ്ങളാണ് വയനാട്ടിലുള്ളത്. നമ്മൾ കാണുന്നതിനെല്ലാം അപ്പുറത്തുള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ ഒരു ദുരന്തത്തെ അതിജീവിച്ച ജനത എന്ന ചുരുക്കം വാക്കുകളിൽ അതിനെ ഒതുക്കാനാകില്ല. കാരണം നമ്മളവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നേരിടേണ്ടി വരരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ഇപ്പോഴും രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരൊക്കെ ഞാൻ കണ്ട ഒരുപാട് പേരോട് വ്യക്തിപരമായിട്ട് മാറ്റി നിന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ഉറങ്ങാൻ കഴിയുന്ന, രാത്രി ഉറക്ക ഗുളിക കഴിച്ചാണ് പലരും ഉറങ്ങുന്നത്. പലർക്കും നമ്മളൊക്കെ കുട്ടികളുടെ പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ കുട്ടിയുടെ ഓർമ്മയിൽ തേങ്ങിക്കരഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കുന്ന അമ്മമാരുണ്ടവിടെ. നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു വിഷമമുണ്ട്. നമ്മുടെ സഹജീവികൾക്ക് വന്ന ഇത്രയും വലിയൊരു ദുരന്തം, അതിനെ 4 മാസത്തിനിപ്പുറം നമ്മൾ കാണുന്നത് ഒരു പ്രകൃതി ദുരന്തം മാത്രമായിട്ടാണ്. പക്ഷേ അത് ഒരു നാടിനുണ്ടാക്കിയ ആ ഒരു ആഘാതം, അത് കേവലം 3 വാർഡിലേ പോയിട്ടുള്ളൂ എന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി ചോദിക്കുന്നത് പോലെ ആഘാതത്തിൽ നമുക്കതിനെ കാണാനാകില്ല. കാരണം നമ്മൾ മനുഷ്യത്വത്തോടെ തന്നെ ആ വിഷയത്തിൽ ആളുകളെ സമീപിക്കേണ്ടതുണ്ട്. അവരുടെ വിഷയങ്ങളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആ ചൂരൽമല പ്രദേശത്തുള്ളവർ ആ ദുരന്തത്തിൻ്റെ ബാധിച്ചില്ലെങ്കിലും അവർക്ക് ആ നാട്ടിൽ തിരിച്ചെത്തണമെന്നുണ്ട്.
അപ്പോൾ 30 മീറ്റർ ദൂരപരിധിയിൽ ആണ് ഇപ്പോൾ അവർക്ക് താമസിക്കാനുള്ള അനുവാദമുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് സർക്കാരിൻ്റെ ചില അംഗീകാരങ്ങൾ വരേണ്ടതുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദങ്ങൾ വരേണ്ടത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പെർമിഷൻ വരേണ്ടതുണ്ട്. അതാണ് അനുമോദ, നമുക്ക് എന്താണ് അവരുടെ നാളെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വരണം. അതിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ അതിനെ എങ്ങനെ കണ്ടു, എവിടെ എത്തി നിൽക്കുന്നു, നീക്കുപോക്കുകൾ എന്നുകൂടി അനുമോദിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ അതിനു മുൻപ് അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ ഒന്ന് പോവുകയാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. അന്നത്തെ ആ ദിവസം നമുക്ക് ആർക്കും മറക്കാനാകില്ല, പ്രത്യേകിച്ച് അത് അനുഭവിച്ചവർക്ക്. ആ ദുരന്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പോയപ്പോൾ പലപ്പോഴും വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, അനീഷ് ഒരു വലിയ പാറയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഇത്രയും വലിയ പാറ, എന്നേക്കാൾ പൊക്കത്തിലുള്ള പാറയ്ക്ക് അരികിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാറയൊക്കെ ഒരു രാത്രി വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി വരിക, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉറ്റവരെയൊക്കെ എടുത്തുകൊണ്ട് പോവുക, കിലോമീറ്ററുകൾ ദൂരം അവരെ കൊണ്ടുപോവുക, അവരില്ല എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇവരും അബോധാവസ്ഥയിലാവുക, അത്രത്തിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു സമയമായിരുന്നല്ലോ. അതെങ്ങനെ ഓർക്കുന്നു ആ ദുരന്ത സമയത്ത്? അശ്വതി, നമുക്ക് 2-3 തരത്തിൽ ഈ ദുരന്തത്തെ വിശേഷിപ്പിക്കാം. കാരണം ആദ്യഘട്ടത്തിൽ എല്ലാം മറന്ന് സ്തബ്ധരായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഈ മുറിഞ്ഞ പുഴയ്ക്ക് ഇരുവശവും നിൽക്കുന്ന ആളുകളായിരുന്നു ആദ്യഘട്ടത്തിൽ. മറുവശത്ത് നിൽക്കുന്നവർക്ക് ഏത് നിമിഷമാണ് അടുത്ത ഉരുൾപൊട്ടൽ വന്ന് തങ്ങളും ആ മലവെള്ളപ്പാച്ചിലിനൊപ്പം താഴേക്ക് ഇരുവരിഞ്ഞു പുഴയിലേക്ക് ഒഴുകിപ്പോവുക, അല്ലെങ്കിൽ ചാലിയാറിലേക്ക് ഒഴുകിപ്പോവുക എന്ന ആശങ്കയിൽ നിൽക്കുന്ന ജനം ഒരു വശത്ത്. മറുവശത്ത് ഈ രക്ഷപ്പെടുത്തിയ ആളുകളുമായി കുതിച്ചു പായുന്ന ആംബുലൻസുകളും അവരെ ആശ്വസിപ്പിക്കാൻ എത്തുന്ന ബന്ധുക്കളും നാട്ടുകാരും, ഒരു നാടൊന്നാകെ അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. പിന്നീടാണ് ഈ ഫയർഫോഴ്സൊക്കെ ഒരു വശത്ത് ഈ തടിപ്പാലമൊക്കെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, സൈന്യം രംഗത്തെത്തുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നും എങ്ങനെ ആളുകളെ പുറത്തേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അതിജീവനം എങ്ങനെ സാധ്യമാവും എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. തീർച്ചയായും ആദ്യത്തെ ആ മരവിൽപ്പിൽ നിന്ന് വിട്ടുമാറി ധീരത അസാമാന്യമായി ആളുകൾ പ്രകടിപ്പിച്ച ഒരു സമയമായിരുന്നു അത്. സൈന്യവും ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഒക്കെ വളരെ സംയോജിതമായ ഇടപെടൽ നടത്തുകയും നിരവധി പേരെ നമ്മൾ കണ്ടു കൈ പിടിച്ച് ആ മരപ്പാലത്തിലൂടെ കുത്തൊഴുക്കിനെ അവഗണിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ, കുട്ടികളെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ, മറുവരെ കൊണ്ടുപോയി കുട്ടികളുമായി പുറത്തേക്ക് വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ദൃശ്യം, തൻ്റെ ജീവൻ പോലും പണയം വെച്ച് വരുന്ന ഡോക്ടറുടെ ദൃശ്യം, അങ്ങനെ വനിതാ ഡോക്ടറുടെ ദൃശ്യം, അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ ആ രക്ഷാപ്രവർത്തനം സത്യത്തിൽ ലോകം ആദരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമായി മാറുന്നു. പിന്നീട് തെരച്ചിലിൻ്റെ ദിനങ്ങളാണ്. കൈമൈ മറന്ന് ജാതി, രാഷ്ട്രീയ, കൊടി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് DYFIക്കാരും സേവാഭാരതിക്കാരും കോൺഗ്രസ്സുകാരും ലീഗിൻ്റെ ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ യൂണിഫോം ധരിച്ച് ഒരു പൊതിച്ചോറിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നിൽക്കുന്ന ഉദാത്തമായ കാര്യവും നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴൊക്കെ മനസ്സിൽ വരുന്നത് പിന്നീട് ഈ കുടുംബങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം തന്നെയായിരുന്നു. നേരത്തെയും പലവട്ടം ഈ മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ പുഞ്ചിരിമട്ടത്തും അട്ടമലയിലുമൊക്കെ നേരിയ ചില ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ നാശനഷ്ടം ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അതിവർഷം ഏതാണ്ട് 570 മില്ലിമീറ്റർ മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് ആ മേഖലയിൽ പെയ്തത്. ആ 29-ന് തന്നെ പല ആളുകളെയും മാറ്റാൻ പ്രാദേശിക ഭരണകൂടം, അതായത് പഞ്ചായത്ത് ഒക്കെ ശ്രമിച്ചാലും കുറച്ച് ആളുകൾ ഒരു പക്ഷേ ഇത്ര വലിയൊരു പേമാരി തങ്ങളുടെ മേൽ പതിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കാം. പക്ഷേ അതാണ് ഈ രാത്രി 2:17-നും പുലർച്ചെ 4:15-നും ഒക്കെ ഉണ്ടായ ആ വലിയ ഉരുൾപൊട്ടലിൽ താഴേക്ക് പതിച്ചു പോവുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ ഒരു ആഘാതം നമുക്കൊരു കാലത്തും വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അവിടെ കണ്ട കാഴ്ചകൾ ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരുപക്ഷെ ഓർക്കാൻ കഴിയാത്ത, നമ്മൾ ഈ സംഭവങ്ങൾക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഈ ഒരു ഉള്ളിൽ കിടക്കുന്ന ഈ കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ സംഭവം നടന്നിട്ട് 4 മാസമായി എന്ന് പറയുമ്പോൾ തന്നെ 4 മാസമായോ എന്ന ഒരു തോന്നൽ, ഒരു ആന്തലാണ് മനസ്സിലെത്തുന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഈ 4 മാസമായും ഈ വാടക വീടുകളിലും മറ്റ് ബന്ധുവീടുകളിലുമൊക്കെ കഴിയുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ പലതരത്തിൽ ഈ കേന്ദ്രം സംസ്ഥാനത്തെ പഴിക്കുന്നു, സംസ്ഥാനം കേന്ദ്രത്തെ പഴിക്കുന്നു, അങ്ങനെ പഴിചാരലുകളുമായി മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് മുന്നിലുള്ള ഭാവി എന്ത് എന്നത് തന്നെയാണ് നമുക്കെല്ലാവർക്കും മുന്നിലുള്ള ചോദ്യം. നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, ബാക്കി അവശേഷിക്കുന്നവർ അതിജീവിക്കപ്പെടണം. അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടാം എന്നതാണ് ഇപ്പോഴും വലിയ ചോദ്യമായി. നേരത്തെ അനുമോദൊക്കെ അവിടെ പോയി ആളുകളെ കണ്ട് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കണ്ടത്, നമ്മുടെ തന്നെ പരമ്പരയിലൂടെ പലപ്പോഴും കണ്ടത് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണ്. അതുകൊണ്ട് ഈ പരസ്പര പഴിചാരുകളിൽ
സർക്കാരിനപ്പുറം എന്താണ് ഇനി ആ ജനതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ ആലോചിച്ചൊരു തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ പലയിടത്തും ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രസ്ഥാനങ്ങളുമൊക്കെ സഹായവുമായി രംഗത്തെത്തിയിരുന്നു. കാരണം വീടുകൾ നൽകാമെന്നും മറ്റ് കൃഷിയിടം നൽകാമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്ത് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു. പലരും കോടിക്കണക്കിന് രൂപ പിരിവ് എടുത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിൻ്റെ ഉത്തരവ് ഏത് നിമിഷം വന്നാലും പിറ്റേ ദിവസം ഞങ്ങൾ വീട് നിർമ്മാണം ആരംഭിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം അതിജീവനത്തിനുള്ള അടുത്ത പടി ആരംഭിക്കാം എന്ന് സന്നദ്ധരായി നിൽക്കുന്ന ആളുകൾ പോലുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ഏകോപനം, ഈ കേന്ദ്ര സഹായത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പ്, അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയിലും മറ്റും ഈ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നിയമ കുരുക്കുകൾ അഴിക്കാനുള്ള വേഗത, ഇതൊക്കെ കുറച്ചുകൂടി ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ വയനാട്ടിലെ ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെടുന്നത്. കേരള സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ മുൻ മാതൃകകൾ, ആ മാതൃകയിലുള്ള പുനരധിവാസമായിരിക്കരുത് ഉണ്ടാവേണ്ടത്. അതിനേക്കാൾ കടന്ന് നാളെ പറയണം ഈ ചൂരൽമലയോട് കേരളം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ പുനരധിവസിപ്പിച്ചത് എന്ന് നാളത്തെ സമൂഹം അല്ലെങ്കിൽ നാളത്തെ കുട്ടികൾ ചൂണ്ടിക്കാണിക്കണം. അതിനായി എല്ലാം മറന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ആളുകൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് ആ ദുരന്തഭൂമിയിലെ ആ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുമ്പോഴും എനിക്കും പറയാനുള്ളത്. അശ്വതി, അതാണ് അനീഷ് പറഞ്ഞതുപോലെ അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ അനുമോദ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്ത് എന്നുള്ളതിന് അത് പരിമിതമായ കാര്യങ്ങളാണ്. അവർക്ക് നഷ്ടമായതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഒപ്പമുണ്ട് എന്ന് പറയുകയും അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നും ഒക്കെ സർക്കാർ തലത്തിലൊക്കെ ആലോചനകളൊക്കെ നടന്നല്ലോ. ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് നിലവിൽ അതിൻ്റെ സ്ഥിതി? കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും അതിനെ എങ്ങനെയാണ് ചൂരൽമലക്കാർ മുണ്ടക്കൈക്കാർ നോക്കിക്കാണുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുനരധിവാസം തന്നെയാണ്. നിലവിൽ സർക്കാരിൻ്റെ സഹായത്തിൽ ആദ്യഘട്ടത്തിൽ എത്ര പേർക്ക് ഈ ഒരു പുനരധിവാസത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നതിൻ്റെ ഒരു അന്തിമ രൂപമാണ് വന്നിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 500-ലധികം എന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നൊരു കണക്ക്. പക്ഷേ അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റ് ഈ ദുരന്തത്തെ പഠിച്ച ജോൺമത്തായി കമ്മീഷൻ്റെയൊക്കെ അവരുടെ നിർദ്ദേശം 30 മീറ്റർ ദൂരപരിധി എന്നുള്ളതാണ്. അതായത് ഈ ദുരന്തം നടന്ന ഇടത്തുനിന്ന് 30 മീറ്റർ അകലേക്ക് ആളുകൾക്ക് താമസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ചില അന്തിമമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരേണ്ടതാണ്. അതും പഞ്ചായത്ത് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തായിട്ടുള്ളത് ഈ ആളുകളുടെ പുനരധിവാസം എവിടെ എന്നുള്ളതാണ്. നേരത്തെ 2 എസ്റ്റേറ്റുകളാണ് അവർ നോക്കി വച്ചിരുന്നത്. അത് ഹാരിസൺസ് മലയാളത്തിൻ്റെയും എൽസ്റ്റിൻ്റെയുമാണ്. ആ എസ്റ്റേറ്റുകൾ 2 തരത്തിലാണ് അത് സർക്കാരിൻ്റെ നീക്കം. ഒന്ന്, അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പണം നൽകി വാങ്ങണം എന്നൊരു നിർദ്ദേശമാണ് പൊതുവെ ഉയരുന്നത്. അതായത് ഈ ഏറ്റെടുക്കാനുള്ള നടപടികളൊക്കെ പോകുമ്പോൾ അത് നിയമക്കുരുക്കിലേക്ക് പോകും. അതൊരിക്കലും അത്ര വേഗത്തിൽ പരിഹരിക്കുന്നൊരു പ്രശ്നമാകില്ല. അപ്പോൾ അതിന് പകരം പണം നൽകി ഇത് വാങ്ങിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് പൊതുവിൽ ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ പുനരധിവാസത്തിലെ പ്രതിസന്ധികൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നും വരുന്ന മറ്റൊരു നിർദ്ദേശമായിട്ടുള്ളത് ഈ ദുരന്തത്തിനിരയായ ആളുകൾക്ക് ഇത്ര ലക്ഷം രൂപ നൽകി അവരുടെ ഇഷ്ടത്തിന് അവരെവിടെയാണെങ്കിലും സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു ചർച്ചയിൽ വന്ന ഒരു നിർദ്ദേശം മാത്രമായിട്ടാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. അങ്ങനെ ഈ പുനരധിവാസത്തിൻ്റെ പല ഘട്ടങ്ങളിലാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം, സർക്കാരിന് ഈ സഹായമായിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന വാഗ്ദാനം നൽകിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇനി ഇതൊന്ന് പിന്മാറുമോ എന്നൊരു ആശങ്കയാണ് നിലവിലുള്ളത്. കാരണം അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഭൂമി കണ്ടെത്തുന്നതിലെ കാലതാമസമാണ് അതിൻ്റെ പ്രധാന പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എണ്ണമറ്റ വിഷയങ്ങൾ അവിടെയുണ്ട്. അവരുടെ പുനരധിവാസം, അവരുടെ തൊഴിൽ, അവരുടെ സ്വത്ത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പ്. അതായത് ഇപ്പോഴും കൃഷിഭൂമിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഒരു കണക്കെടുപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. എത്ര ഏക്കർ ഭൂമി പോയെന്നോ എത്ര നാശനഷ്ടം ഉണ്ടായെന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബാങ്ക് വായ്പ. പലപ്പോഴും ബാങ്ക് വായ്പകൾ എടുത്തവരൊക്കെ നാളെ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അവർക്കറിയില്ല. അപ്പോൾ ആ കടങ്ങൾ, ബാങ്ക് വായ്പകൾ എഴുതി തള്ളുവാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഇതിലും ഒരു പ്രത്യേക താല്പര്യം
സർക്കാരുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രായോഗിക തലത്തിൽ പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ അനവധിയായിട്ടാണ് അവിടെ മുൻപിലുള്ളത്. ഇതിനെല്ലാം അപ്പുറത്ത് അവർക്ക് നൽകേണ്ട മാനസിക പിന്തുണ, അവർക്ക് തുടർച്ചയായ ചികിത്സകൾ ആവശ്യമുണ്ട്, മാനസിക പിന്തുണ നൽകേണ്ടതുണ്ട്, മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെ സഹായത്താലാണ് പലരും ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും സാധാരണ അവസ്ഥയിലേക്ക് എത്തും. ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർ മാത്രമാവുന്നൊരവസ്ഥ വരും, അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വരും. അത്രയും വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഇനി മറ്റൊരു ദുരന്തം നമ്മളായിട്ട്, അതായത് നമ്മുടെ സമൂഹമായിട്ട് നൽകാൻ പാടില്ല. അവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ കുറേ കൂടി കാര്യക്ഷമമാവേണ്ടത്. 4 മാസം എന്നത് വലിയ ഒരു കാലയളവ് തന്നെയാണ് ആ ദുരന്തബാധിതരെ സംബന്ധിച്ച്. അപ്പോൾ ഇനിയെങ്കിലും ആ പുനരധിവാസത്തെക്കുറിച്ചും അവരുടെ ഈ നഷ്ടമായതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയാക്കി അവർക്ക് പുനരധിവസിപ്പിക്കുന്നതിൻ്റെയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൻ്റെയും കാര്യത്തിലൊരു അന്തിമ രൂപം ഇനിയും നൽകുന്നതിന് കാലതാമസം ഉണ്ടാകരുത്. അതാണ് ആ നാട്ടിൽ നമ്മൾ അത്രയും ദിവസം കണ്ട് ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, CV അനുമോദും MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചിരുന്നതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ നമ്മൾ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു മണി ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിൽ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിൻ്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിൻ്റെ, നാടിൻ്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഇന്നെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കരളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. നാളെ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. ചക്കരപ്പറമ്പിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം. കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. ബസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 30ഓളം പേർ ഉണ്ടായിരുന്നു. 2 പേരെ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ഡാനി, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. അശ്വതി, പുലർച്ചെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഒരു 2 മണിക്ക് 3 മണിക്കൂടെയൊക്കെയാണ് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. വൈറ്റില ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊരു ആവശ്യത്തിന് വേണ്ടി അത്തരം പഠന യാത്രാ സംഘം തന്നെയായിരുന്നു. അവിടെ നിന്ന് പോകുമ്പോൾ വൈറ്റില ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ച് അവിടെ ഒരു നേരെ പോകുന്ന റോഡാണെങ്കിൽ കൂടിയും ബൈ റോഡിലേക്കുള്ള ഒരു ചെറിയ മീഡിയൻ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ വെച്ച് അശ്രദ്ധയായിരിക്കും ഇതിൻ്റെ ഒരു കാരണമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് പുലർച്ചെ സമയമാകും, വാഹനം സ്വാഭാവികമായും കുറച്ച് വേഗതയിലായിരിക്കാം
ആയിരിക്കും ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് വലിയ രീതിയിലൊരു അപകടത്തിലേക്ക് ആയി മാറാതിരുന്നത്. 2 വിദ്യാർത്ഥികൾക്ക് ഇതിൽ പരിക്കുണ്ട്. വളരെ ചെറിയ പരിക്കുകൾ മാത്രമാണ് അവർക്കുള്ളത്. വാഹനം ബൈ റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. കാരണം അവിടെയുള്ളൊരു മരത്തിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻഭാഗം വാഹനത്തിൻ്റേത് തകർന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ആർക്കും തന്നെയും പരിക്കില്ല എന്നത് അത്യാവശ്യം അത്ഭുതകരമാണ്. കാരണം ഒരു വലിയ രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ബസ്സിൻ്റെ മുൻഭാഗമെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചു എന്ന രീതിയിൽ തന്നെയായിരുന്നു നാട്ടുകാരെല്ലാവരും ഓടിയെത്തുന്നത്. ഫയർഫോഴ്സും പോലീസും എല്ലാം ആ സംഭവ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ തന്നെ, ഗുരുതര പരിക്കുകളൊന്നുമില്ലാതെ തന്നെ വിദ്യാർത്ഥി സംഘം രക്ഷപ്പെട്ടു എന്നതാണ് വളരെ ആശ്വാസകരമായിട്ടുള്ളത്. ഈ ഭാഗത്ത് പൊതുവെ വാഹനങ്ങളുടെ ഒരു വേഗത കൂടുന്നു പുലർച്ചെ, പ്രത്യേകിച്ച് ഈ പുലർക്കാല അപകടങ്ങളൊക്കെ ഇവിടെ പതിവാകുന്നുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ അപകടങ്ങൾ ഈ ഭാഗത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. അത് വേഗത കൂടുന്നത് കൊണ്ടാണ്. ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വേഗത കൂടുന്നു. പിന്നീട് വൈറ്റില ഫ്ലൈ ഓവറിലേക്കും മറ്റുമാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ ഇതിൽ കടന്നു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ കൊണ്ട് വേഗത കൂടുന്നു. ഇത് പുലർച്ചെ കൂടി ആയതുകൊണ്ട് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസിനുണ്ട്. എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. 2 പേർക്ക് മാത്രമേ ചെറിയ പരിക്കുള്ളൂ എന്നതും ആശ്വാസകരമാണ്. ശരി, എറണാകുളം ചക്കരപ്പറമ്പിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. 2 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നറിയുന്നു. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പന്തളത്ത് MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് സാരമായി പരിക്കേറ്റു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശി, വലിയ അപകടമാണല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെ 5:45 കൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. പന്തളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന കാലിത്തീറ്റയുമായി പോയിരുന്ന ലോറിയാണ് ഇത്തരത്തിൽ കുരമ്പാല പത്തിയിൽപ്പടിയിൽ ഗൗരിയുടെ വീടിന്റെ മുകളിലേക്ക് പറഞ്ഞത്. വീട്ടിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന രാജേഷ്, ഭാര്യ ദീപ, അതുപോലെ തന്നെ മക്കളായ മീനാക്ഷി, മീര എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവര് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീട് പൂർണ്ണമായി തകർന്നു. ലോറി വീടിന്റെ മുകളിലാണ് വീണത്. ഡ്രൈവർക്കും ക്ലീനർക്കും ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ 4 പേർക്കും, ഈ വീട്ടിലുണ്ടായിരുന്ന രാജേഷും ഭാര്യയും മക്കളെയും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും വന്നതിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. മീനാക്ഷിക്കാണ് ചെറിയ ഒരു കാലിന് പരിക്കുണ്ടായത്. പക്ഷെ വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്, ഏറ്റവും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വലിയ ഭാഗ്യമായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. വീട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അപകടത്തിന്റെ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവുന്നത്. പുലർച്ചെ 5:45 കൂടിയാണ് ഇത്തരം അപകടം ഉണ്ടായത്. പന്തളത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരു ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക് പറ്റി. ഇവർ 2 പേരെയും പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചതിന്റെ പരിക്ക് ഗുരുതരമല്ല. വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടുകാർ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആശുപത്രി ശരി, പന്തളത്താണ് MC റോഡിൽ ഈ അപകടമുണ്ടായത്. കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു. 4 പേർക്ക്, വീടിനുള്ളിലുണ്ടായിരുന്ന 4 പേർക്ക് സാരമായി പരിക്കേറ്റു. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് നടത്തുന്ന പരിശോധന ഇന്നും തുടരാൻ സാധ്യത. ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന. സൗബിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ആദായ നികുതി അടയ്ക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇന്നലെ നടന്നു, ഇന്നും തുടരാൻ സാധ്യതയെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ പരിശോധനയുടെ ഒരു തുടർച്ച അത് ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പരിശോധനകൾ നടന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം അവർ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ തിരിച്ചെത്തി വീണ്ടും അവർ പരിശോധന തുടർന്നു. അത് രാത്രി അല്പം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ചില രേഖകളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ അവർ പരിശോധിച്ചിരുന്നു. വീണ്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അതിൽ കുറച്ചുകൂടി വ്യക്തതയും കാര്യങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ്ടും എത്തിയത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതിൽ നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൗബിനെ അടക്കം ഇതിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റ് ഈ സൗബിൻ കൂടി ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇതിൽ പറവ ഫിലിംസ് എന്ന് പറയുന്നത്. കുറച്ച് നിർമ്മാതാക്കൾ കൂടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും അത് വലിയ രീതിയിൽ ചർച്ചയും ശ്രദ്ധയും നേടിയ ചിത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് അതിൽ നികുതി ഒടുക്കേണ്ട കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തത്. രണ്ട് കമ്പനികൾ കൂടി ഇതിൽ സമാനമായ രീതിയിൽ അന്വേഷണം നേരിടുന്നുണ്ട്. പറവയ്ക്കൊപ്പം തന്നെ ബിഗ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇവർക്ക് പണം നൽകി, കമ്പനികൾക്ക് പണം നൽകി സഹായിക്കുന്ന വ്യക്തിയെക്കുറിച്ച് കൂടി അന്വേഷണം വരുന്നു. തുടക്കത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കം ഈ മലയാള സിനിമ മേഖല ഉൾപ്പെടെയുള്ള ഇവിടെ പണം മുടക്കുന്നവർ അതിൽ കള്ളപ്പണമുണ്ട് എന്നൊരു ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു. അപ്പോൾ പൊതുവായി നടക്കുന്ന ഒരു അന്വേഷണം ഇതിൻ്റെ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിലൂടെ ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും നികുതി അടക്കുന്നതിലെ വീഴ്ച സംബന്ധിയായ കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. അതിൽ ഗുരുതരമായ വീഴ്ചകൾ ഇവർ പറവ ഫിലിംസ് അടക്കം ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ വിതരണവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നതാണ് അവരുടേതായ ഒരു വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. 40 മുതൽ 60 കോടി രൂപ വരെയുള്ള ഒരു വെട്ടിപ്പ് ഇതുമായി നടന്നിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ. ഇതിൻ്റെ ഭാഗമായി സൗബിനെയും സുഹൃത്തുക്കളെയും വൈകാതെ ചോദ്യം ചെയ്യും, അവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അശ്വതി. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ധാരണയായെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളിൽ ഏക്നാഥ് ഷിൻഡെ അസംതൃപ്തനാണെന്നാണ് വിവരം. ഇന്നലെ നടക്കേണ്ട 2 സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഏക്നാഥ് ഷിൻഡെ വിട്ടുനിന്നിരുന്നു. സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാൻ നാളെ വീണ്ടും യോഗം ചേർന്നേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിനുള്ള മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികെ സീറ്റ് ബിജെപിക്ക് ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ലഡ്കി ബഹിൻ യോജന ഉൾപ്പെടെയുള്ള ഷിൻഡെ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുതി സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നിലെന്നാണ് ശിവസേന നേതാക്കളുടെ വാദം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനൽകില്ലെന്ന ബിജെപി ഉറച്ച നിലപാടെടുത്തതോടെ ഒടുവിൽ ഷിൻഡെ വിഭാഗം വഴങ്ങി. അതിനു പിന്നാലെയാണ് മറ്റ് പ്രതിസന്ധി മഹായുതി സഖ്യത്തിന് ഉടലെടുത്തത്. സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഫട്നാവിസും ഷിൻഡെയും അജിത് പവാറും ഡൽഹിയിലെത്തി ബിജെപി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. പ്രധാന വകുപ്പുകളിൽ ആഭ്യന്തരവും നഗരവികസനവും ബിജെപിക്ക്, റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകൾ ശിവസേനയ്ക്ക്, ധനവകുപ്പ് എൻസിപിക്ക്, ആഭ്യന്തരമോ നഗരവികസനമോ വേണമെന്ന ഷിൻഡെയുടെ ആവശ്യത്തിന് പകരം കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് പദവി നൽകും. വിലപേശലിന് നിൽക്കാതെ തുടക്കം മുതൽ ബിജെപിക്ക് പിന്തുണ നൽകിയ എൻസിപിയിൽ നിന്നും പ്രഫുൽ പട്ടേലിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്നിങ്ങനെയായിരുന്നു ധാരണ.
എന്നാൽ നേതാക്കളെ കണ്ട ശേഷം ഷിൻഡെ വേഗത്തിൽ മുംബൈയിലേക്ക് മടങ്ങി. ഇന്നലെ നടക്കേണ്ട 2 യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നു. നാളെ വീണ്ടും യോഗം ചേരുമെന്നാണ് വിവരം. ഏക്നാഥ് ഷിൻഡെയെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നതും BJP സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ്. നാളെ ചേരുന്ന യോഗത്തിൽ വകുപ്പുകളുടെ വിഭജനത്തിൽ ധാരണയിലെത്തിയാൽ BJP MLA-മാരുടെ യോഗം ചേർന്ന് നേതാവിനെ തീരുമാനിക്കും. തുടർന്ന് മഹായുതി MLA-മാരുടെ യോഗത്തിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയാണ് തീരുമാനം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഫിൻചൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കരതൊടും. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കും. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങൾ. റെഡ് അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി നൽകി. IT മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് അറ്റ് ഹോമും അനുവദിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. രഞ്ജിത്ത്, അതീവ ജാഗ്രതയിലാണല്ലോ തമിഴ്നാട്. ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങൾ? തീർച്ചയായും അശ്വതി, ഇപ്പോൾ നിലവിൽ ചെന്നൈക്ക് 190 കിലോമീറ്റർ അകലെയാണ് ഈ ചുഴലിക്കാറ്റ് ഉള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ഏതാണ്ട് 90 കിലോമീറ്റർ വേഗതയിൽ ഈ കാറ്റ് ആഞ്ഞടിക്കും. അതായത് കാരയ്ക്കലിനും ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവിക്കുക. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാകും ഈ കാറ്റ് കരതൊടുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് ഒപ്പം തെക്കൻ ആന്ധ്ര ഈ മേഖലകളിലാണ് ഇതിൻ്റെ ഒരു ആഘാതമുണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ കാണാം. അത് വല്ലാത്ത ഒരു തോതിലുള്ള ഒരാശങ്ക ഈ മേഖല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തമിഴ്നാടിനും ഈ തെക്കൻ ആന്ധ്ര മേഖലയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ചെന്നൈ അടക്കം 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. IT ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനം. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള പല വിമാനങ്ങളും ഏതാണ്ട് 8ഓളം വിമാനങ്ങൾ വൈകുന്നു. ചില വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത്. ഇന്ന് ചെന്നൈ മെട്രോയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ മെട്രോയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ അല്പസമയത്തിനകം ഒരുക്കും എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ന് രാഷ്ട്രപതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അത് റദ്ദാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ജാഗ്രതയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള ഏതാണ്ട് 13ഓളം വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 6 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി ആരും പുറത്തിറങ്ങരുതെന്നും ഇന്നും നാളെയും, അതായത് വാരാന്ത്യമാണ്, ഒരുപാട് വിനോദ പരിപാടികളൊക്കെ ക്രമീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ പരിപാടികളൊന്നും സംഘടിപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പോയ 400ഓളം ബോട്ടുകൾ കരയിലേക്ക് മടങ്ങിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. 2229 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അങ്ങനെ മോശം കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ 90 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം ഏത് തരത്തിലായിരിക്കുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ജാഗ്രത നിർദ്ദേശം. ഒരുപക്ഷെ തമിഴ്നാട് ഇതിനു മുൻപ് നടത്തിയ ജാഗ്രതകൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രങ്ങളിലൊക്കെ ഒരു പടി കൂടി മുന്നോട്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആഘാതവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതയ്ക്കൊപ്പം കൂടുതൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഫിൻചൽ തമിഴ്നാട്ടിൽ കര തൊടുമെന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ തൽക്കാലം അത്തരം നിർദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് കടലിൽ പോകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം കടലിൽ ഉണ്ടാകാനുള്ള, തിരമാലകളിലടക്കം ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാറ്റ് ഒരു പക്ഷേ ദിശ മാറിയൊക്കെ വരികയാണെങ്കിലുള്ള ജാഗ്രതയാണ്. അല്ലാതെ മറ്റു തരത്തിലുള്ള
പ്രത്യേകതകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെ തുടർന്നുണ്ടായ, കേരളത്തിലേക്ക് മറ്റുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്, അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതീവ ജാഗ്രതയിലാണ് അശ്വതി. തമിഴ്നാടും ആന്ധ്രയും മറ്റും അവർ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നാശനഷ്ടങ്ങൾക്കപ്പുറം മറ്റ് കാര്യമായ സംഭവവികാസങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പും ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്നും കാറ്റിൻ്റെ ദിശാമാറ്റവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. BJP സംഘടനാ പർവം യോഗം ഇന്ന് ചേരും. വരുന്ന തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ചും സംഘടനാ തെരഞ്ഞെടുപ്പും ആകും പ്രധാന ചർച്ച. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? എപ്പോഴാണ് യോഗം ചേരുക? അശ്വതി, 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത്. BJPയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നേതൃയോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു. വലിയ വിമർശനം, അതായത് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കെ സുരേന്ദ്രൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ അദ്ദേഹം അതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല, കേന്ദ്ര നേതൃത്വമാകട്ടെ സുരേന്ദ്രൻ തുടരട്ടെ, ഇപ്പോൾ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് രാജി വേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം എത്തിയതും. പ്രകാശ് ജാവദേക്കർ ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളോ മറ്റ് വിവാദങ്ങളിലേക്കോ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല. അതേസമയം BJP സംഘടനാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സംഘടനാപരമായ കാര്യങ്ങൾ, ഇനി പുതിയ നേതൃത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ജില്ലാ തലത്തിൽ ഉൾപ്പെടെ പുതിയ നേതാക്കൾ എത്തേണ്ടതുണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. ഇതിനകം തന്നെ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി BJP തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാകും പ്രധാനമായും ഉണ്ടാകുക. അതേസമയം പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ സാഹചര്യം അത് പഴയത് പോലെ കൂടുതൽ വഷളാവുകയാണ്. അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള തർക്കം അത് വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, സന്ദീപ് വാര്യരുടെ പുറത്തുപോക്ക് അത് പാർട്ടിക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പൊതുവിൽ നേതാക്കൾ അതൊരു വലിയ വിഷയമല്ല എന്ന് പറയുമ്പോഴും താഴെത്തട്ടിൽ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ചർച്ചകളുണ്ട്. മാത്രമല്ല, വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പാർട്ടിയുമായി ഇടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അത് സ്വാഭാവികമായും വരും നാളുകളിലും ഉണ്ടാകും എന്നത് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒരു ചെറിയ ശതമാനം നേതാക്കളെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത അത് BJP മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ദൗർബല്യങ്ങൾ ഒഴിവാക്കി തിരഞ്ഞെടുപ്പിനെ പാർട്ടിയെ സജ്ജമാക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സംഘടന പോകും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അനുകൂലമാക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ വരവ് അത് സന്ദീപ് വാര്യരിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്ന കാര്യം. അത് പല ജില്ലകളിലായി പ്രധാനപ്പെട്ട നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക. പത്മജ വേണുഗോപാൽ അടക്കം BJPയിലേക്ക് പോയത് ഒരു സമയത്ത് കോൺഗ്രസിന് ക്ഷീണമായിരുന്നു. അത് കെ കരുണാകരൻ്റെ മകൾ, അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ കുടുംബാംഗങ്ങൾ BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം അത് കോൺഗ്രസിന് ആ സമയത്തുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഇപ്പോൾ അതിനൊരു മറുമരുന്ന് എന്ന രീതിയിൽ സന്ദീപ് വാര്യരുടെ വരവിനെ അവർ കണക്കാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇത് തടയിടുക എന്ന ഒരു വെല്ലുവിളി കൂടി BJPയുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും ദേശീയ നേതാക്കളടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടന നേരിടുന്ന വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. അശ്വതി. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് ന്യൂസ് 18 കേരള.
ദിയ പുരസ്കാര വേദിയിൽ തഗ് ലൈഫ് അവാർഡ് ഏറ്റുവാങ്ങി അഭിജിത്തും അമ്മയും. എന്തായാലും രണ്ടുപേരും നമുക്കൊപ്പം ചേരുകയാണ് രാവിലെ. അബി, അമ്മ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ടെലികാസ്റ്റ് വരികയാണ്. സൺഡേ ആണ് നമ്മൾ ഫുള്ളായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കട്ടൺ റൈസറൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നു, നല്ല പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് ഫീൽ ചെയ്തത് അബി ഈ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ? ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി. കാരണം നമ്മള് ടി വിയിലൊക്കെ മാത്രമല്ലേ ചാനൽസ് ഇന്റർവ്യൂ ചെയ്ത് അവാർഡ് കൊടുക്കുന്ന കണ്ടിട്ടുള്ളു. ഇപ്പം ഒരു ചാനൽ, അത് ന്യൂസ് 18 കൊടുത്ത ഒരു ചാനൽ നമ്മളെ വിളിച്ച് ടി വിയിലൊക്കെ അത് വരുമ്പം, പിന്നെ ടി വിക്കകത്ത് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങള് നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ, വീട്ടിൽ ഇരുന്നെല്ലാം കണ്ടിട്ടുള്ളു. ഒരുപാട് സന്തോഷം. അപ്പൊ നേരത്തെ അവാർഡുകൾ കിട്ടിയിട്ടില്ല? ഇല്ല, ഫസ്റ്റ് അവാർഡായിരുന്നു ചേച്ചി. ഫസ്റ്റ് അവാർഡായിരുന്നു. അതെ അതെ, അതിനുള്ള സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അതെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മളെ വിളിക്കുമെങ്കിലും അവാർഡായിട്ട് ഒന്നും ഇല്ലായിരുന്നു. ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഞാൻ കാണാറുണ്ട് അമ്മ ഇങ്ങനെ പിന്നെ ഷോളൊക്കെ അണിഞ്ഞ് അവിടെ നിൽക്കുന്നതും അല്ലേ. ഇഷ്ടം പോലെ വേദികളല്ലേ ഇപ്പൊ, നിങ്ങൾ ഒരുപാട് വേദികളിൽ പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ പോകുമ്പോ എന്താ തോന്നുന്നത്? അമ്മ നേരത്തെ അബി സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയാറുണ്ട് അമ്മ ഒരു നല്ല കലാകാരിയൊക്കെയാണ്, പക്ഷെ ഈ വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയി പിന്നീട് അത് പൊടി തട്ടിയെടുത്തത് ഞാനാണെന്ന് എപ്പോഴും അബി പറയാറുണ്ട്. അതെ, സത്യമാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു? ലൈഫ് എങ്ങനെ പോകുന്നു? സന്തോഷമാണ്, ഒരുപാട് അഭിമാനവും ഉണ്ട്. അബി പറയാം, അബി എങ്ങനെയാ ഇപ്പൊ വേദികൾ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, സ്കൂളുകളിൽ പോകുന്നു, കുഞ്ഞുങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് കിട്ടുന്നു, കാണുന്നുണ്ട്. അബിയുടെ കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകുന്നല്ലേ? അതെ അതെ, പഠിച്ച കോളേജ് അമ്മയായിട്ട്, അതും പ്രിൻസിപ്പലിനെ കൊടുത്ത് ഗസ്റ്റ് ആയിട്ട് ഇരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സന്തോഷമാണ്. പിന്നെ എവിടെ പോയാലും ഇപ്പം എല്ലാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരുമായിട്ട് നമ്മൾ സ്കൂൾ ബസ് ഒക്കെ നിർത്തിയിടുമ്പോൾ അവരുടെ സ്നേഹം, അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്ത് സങ്കടം വന്നാലും നമ്മൾ ഒരു വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ അറിയാത്തവരിങ്ങനെ നമ്മളോട് ഇത്രയും കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് മറക്കും. അതാ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ തോന്നുന്നു. അവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ദുഃഖങ്ങളെല്ലാം മറക്കും, ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കാണുമ്പോ. നമ്മുടെ ലൈഫ് ഭയങ്കര തിരക്കുള്ളതായോ? അയ്യോ, ഒന്നുമില്ല, തിരക്കൊന്നും ഇപ്പൊ ഇങ്ങനെ ഉറക്കൊന്നും കിട്ടുന്നില്ലെന്നേ ഉള്ളു പരിപാടി. എന്ത് കിട്ടുന്നില്ലെന്നാ? ഉറക്കം കിട്ടുന്നേ ഉള്ളൂ. ഉറക്കം കിട്ടുന്നില്ലല്ലേ? ഇപ്പൊ രാവിലെ ഞങ്ങൾ എഴുന്നേപ്പിച്ചോണ്ടാണോ? അതല്ല, ഇപ്പൊ മൊബൈൽ നോക്കിയിരുന്നേ അങ്ങനെ. അപ്പൊ നമുക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടിയല്ലേ? അതെ അതെ, ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് എത്തി. ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ ആളുകൾ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും. ഈ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് മെയിൻ ആയിട്ട് വരുന്നതെങ്കിലും ആരൊക്കെയാണോ ഉള്ളത് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്കായിട്ട് ശൈലാമ്മ, അമ്മ പറയൂ, ആരൊക്കെയാണ് ഉള്ളത് വീട്ടില്? അച്ഛനെ കുറിച്ചൊക്കെ പറയൂ. അച്ഛന് ഖത്തറിലായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട്, 2 ദിവസം ആയതേ ഉള്ളു. പിന്നെ വല്യച്ഛനുണ്ട്, ഇളയ മകൻ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇപ്പൊ ലീവ് വന്നിട്ടുണ്ട്. അയാളും പുറത്തല്ലേ എവിടെയോ? അതെ, ജർമ്മനി ആയിരുന്നു. അപ്പം ഇപ്പൊ എല്ലാരും ഉണ്ട് വീട്ടില്. അപ്പൊ എന്താണ്, ട്രിപ്പ് മോഡ് വല്ലതും ഉണ്ടോ? ഡിസംബർ ഒക്കെ ആണല്ലോ. വളരെ കുറവാ, നാട്ടിൽ തന്നെ രസമാണ്, അതുകൊണ്ട് വല്ലപ്പോഴും പോവാറുണ്ട്. നാട് വൈബാ ആണ്. അതെ, നാട്ടുകാർ തരുന്നൊരു പിന്തുണ എങ്ങനെയാ അഭിജിത്ത്? ഫുൾ സപ്പോർട്ടാ അവര്, ഫുൾ സപ്പോർട്ട്. വൈകുന്നേരത്ത് ഇവിടെ വരും, പിള്ളേരെല്ലാം വരും. കഴിഞ്ഞ ദിവസം അഖിൽ നൂർനാടിന്റെ കല്യാണത്തിന് പോയിട്ടൊരു അല്ലേ, കല്യാണത്തിന് പോയിട്ടൊരു സാധനം ഞാൻ കണ്ടിരുന്നു. എന്താണ്, കല്യാണം ഒന്നും നോക്കുന്നില്ലേ അബിക്ക്? അമ്മേ ഇല്ല, വീട്ടിൽ കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പെയ്യ മതി. ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം ഒന്ന് സ്റ്റേബിൾ ആക്കുന്ന നമ്മള് വേറെ ഒന്നും വേണ്ട, അങ്ങനെ വേറെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, അത് തന്നെ. അത് വലിയ സംഭവം ഒന്നും അല്ലല്ലോ, നമുക്ക് കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നടക്കും. നിക്ക് അബി അവിടെ നിക്കട്ടെ, അമ്മ പറയട്ടെ ഇനി. അമ്മ പറയൂ. ഞങ്ങള് പറഞ്ഞു മോനെ നോക്കാം ഇപ്പോഴേന്ന്, അന്നേരം പറഞ്ഞു ഇപ്പോഴേ വേണ്ട, ഇച്ചിരി കഴിയട്ടെന്ന് പറഞ്ഞു. എന്താണ് അബി, ആരാധകരുടെ വല്ല ശല്യം ഉണ്ടോ? ഓ ഇല്ല ചേച്ചി, പിന്നെ ഇതൊന്നും അല്ലല്ലോ വലുത്, നമുക്ക് വേറെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കും. കല്യാണം വലുതല്ലെന്നാ അമ്മ പറയുന്നേ. അതിപ്പം പറയുന്നേ ഇല്ലയോ? മാറിക്കോളൂ അല്ലേ?
അതെ. ശരി. നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്താണ് അബി, എയിം എന്താണ്? ഒരു സമാധാനമുള്ള ജീവിതം. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ, വേറെ ഒരു വലുതൊന്നും. ഞാൻ അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചെങ്കിൽ അത് വലിയ കാര്യമാണ് കേട്ടോ, അതിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞ. അതെ, അത് മാത്രം മതി. അതെ, ചെറിയ സിനിമാ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, നമുക്ക് പറയാറായിട്ടുണ്ടോ? ഈ പറയാറില്ല, അവസാനത്തെ ഒരു ഫൈനൽ എഡിറ്റിംഗ് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്തത് പറയാറില്ല. എന്നാലും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട് ചേച്ചി, നമ്മളെ വിളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് ചിലത് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര പേടി. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോ പിന്നെ ഇല്ലെന്നും പറയണ്ട എല്ലാരോടും. വേണ്ട, നമുക്ക് അത് പറയണ്ട. പക്ഷെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ എങ്ങനെ, പാക്കേജ് ആയിട്ടാണോ? അമ്മയും കൂടെ ആണോ വിളിക്കുന്നത്? അതെ അതെ, അതേ ഉള്ളല്ലേ? അതെ അതെ, അല്ലാതെ വിളിക്കട്ടെ. അല്ല, അമ്മ അല്ലാതെ വിളിച്ചാലേ പോകത്തുള്ളതാണോ, അതോ അമ്മയും കൊണ്ട് പോകുന്നുണ്ടോ? രണ്ടുപേരുടെ കപ്പാസിറ്റി കാണിക്കാനുള്ള ഒരു വേദി ഇരട്ടെ. മോന് രക്ഷപ്പെട്ടാ മതി, അമ്മ ഇത്രയൊക്കെ ആയില്ലേ. ഇനി എളിമ കാണിക്കണ്ട. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഈ എളിമ വരാറുണ്ടോ അമ്മയ്ക്ക്? ഓ ഇല്ല, ഇതിപ്പം ന്യൂസ് 18 ആയോണ്ടുള്ള വിനീത ആ വിനയോ അല്ലേ? പക്ഷെ എന്റെ പൊന്നബി, ഇനി അബി ഏത് സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതിന്ന് പറഞ്ഞാലും ആ ഡയലോഗ് ഡെലിവറിയും ആക്ഷനും ഒക്കെ അവിടെ നിന്ന് തന്നെ വരണ്ടേ? അത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഫാൻസ് കൂടുതൽ ആർക്കാ? അമ്മയ്ക്ക്. ചെറിയ കുശുമ്പും ഉണ്ട്. ആണോ? ഈ അനിയനാണോ? അനിയൻ. അപ്പൊ അനിയൻ ഇതിലേക്ക് കൂടുതൽ വരാറില്ലേ? പുള്ളിക്ക് താല്പര്യമില്ലേ? ഉണ്ട്, പിന്നെ സമയമില്ലാത്തോണ്ട്. പിന്നെ അവൻ ജർമ്മനി പോയിട്ട് വന്നില്ല, പിന്നെ അവനെ അധികം വിളിക്കാറില്ല. അവൻ കൂട്ടുകാരുടെ കൂടെ അങ്ങനെയൊക്കെ പോവാ അങ്ങനെ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് കണ്ടാലും കണ്ടന്റ് ആക്കുവാണല്ലേ? അവൻ വരുന്നതും അതും എല്ലാം സർപ്രൈസ്, എല്ലാം കണ്ടന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് വീട്ടിലെ കാര്യം എല്ലാം അറിയാം. അമ്മയ്ക്ക് എന്താ അമ്മ ആഗ്രഹം? ഞാൻ ഇപ്പൊ പറയും മോൻ നന്നായിട്ടിരിക്കണമെന്ന്, അല്ലാതെ ഒന്നുമില്ല മോളെ. എല്ലാ ആഗ്രഹം ഒരുമാതിരി ദൈവമൊക്കെ തന്ന് ഇത്രയൊക്കെ അതേ ഉള്ളു. പിന്നെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ശരി, എന്തായാലും നമുക്ക് ഏത് സിനിമയാണെന്നൊന്നും പറയണ്ട. എന്നാലും അഭിനയിച്ചല്ലോ, ആ ക്യാമറയുടെ മുമ്പിൽ വന്നല്ലോ. അബിയുടെ ക്യാമറ അല്ലാതെ മറ്റൊരു ക്യാമറയുടെ മുമ്പിൽ അമ്മ വന്നല്ലോ. എന്തായിരുന്നു ഒരു ഫീൽ? എന്തായിരുന്നു? ഒരുപാട് പേടിയായിരുന്നു. ഞാൻ ഇന്ന് വരെ ക്യാമറയുടെ മുന്നിൽ ഒന്നും പോയിട്ടില്ലല്ലോ. മോന്റെ മുന്നിലാവുമ്പോ എനിക്ക് ധൈര്യത്തെ എന്ത് വേണേലും പറയാം, എന്തും കാണിക്കാം. അവരുടെ ഒക്കെ മുന്നിൽ ചെന്നപ്പോഴത്തേക്ക് പഠിച്ച ഡയലോഗും പോയി, എല്ലാം പോയി. ഒരു തരത്തിൽ എനിക്ക് നിക്കാൻ വയ്യ, കാലും കയ്യും ഒക്കെ വിറക്കുകയും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആണോ? അബിക്ക് പേടിയില്ലായിരുന്നു അമ്മ? ഇല്ല. എനിക്ക് എന്റെ പ്രായം നോക്കണ്ട, എനിക്ക് വെപ്രാളം കേറിട്ട് നിക്കാനും വയ്യ. എന്നിട്ടോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു അബി? അമ്മ എങ്ങനെ വിലയിരുത്തുന്നത്? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു? ടെൻഷൻ ആയിരുന്നു അല്ലേ? ഒരു 5-6 സിനിമയാകുമ്പോ അങ്ങ് ശരിയായിക്കോളൂന്നേ അല്ലേ? ഓ, അമ്മ എന്തായാലും സിനിമകൾ വരട്ടെ. നമുക്ക് സിനിമയല്ലേ അബി പറഞ്ഞതുപോലെ സമാധാനമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്രത്തോളം ലളിതമായിട്ടാണ് ചിന്തിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അബി കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ആളുകളിലേക്ക് എത്തണം എന്നൊക്കെ ചിന്തകൾ നടക്കുന്ന സമയമാണല്ലോ. എങ്ങനെയാണ് അമ്മയെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചത്? അത് ഞാൻ MBA കഴിഞ്ഞിട്ട് നിന്നപ്പം ആദ്യമേ അവിടെ നമുക്ക് ജോലി സംഭവം സീനായി സെറ്റായില്ല. ഈ കാനഡ പോണം അങ്ങനെയുള്ളതുകൊണ്ട് ജോലി കിട്ടിയത് എനിക്ക് മറ്റേ 10+ ഉള്ളതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് ജോലി കിട്ടിയതാ. അപ്പൊ പോലും ഞാൻ കേറിയില്ല, കാരണം കാനഡ പോകുന്നതെല്ലാം ശരിയായിട്ടിരിക്കും. അപ്പൊ താഴെയുള്ളവരാൾക്ക് ജോലി കിട്ടട്ടെന്ന് വിചാരിച്ച് അവസാനം ആയപ്പോഴേക്കും എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ആയപ്പോ ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, എന്ത് ചെയ്താൽ ജയിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഒരു കുറച്ചാളത്തേക്കെങ്കിലും നിൽക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചപ്പോഴാ ഈ ഒരു സംഭവം സെറ്റ് ചെയ്താലോ എന്ന ഒരു ഇത് വന്നേ. അത് ക്ലിക്കായത് അമ്മയുടെ വല്ല ഡയലോഗിന്നും ആയിരുന്നോ? അല്ല, നമ്മള് കണ്ടന്റ് ചെയ്തപ്പോ എല്ലാ വീട്ടിലുള്ള അമ്മമാര് സെയിം ആണ്. അപ്പം ഈ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോഴേ എല്ലാരും അമ്മമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് അക്കൗണ്ട് തുടങ്ങി കൊടുത്തത് നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എല്ലാരും ഇത് തന്നെ പറയാം. നമുക്ക് വരുന്ന മെസ്സേജ് മൊത്തം അമ്മയ്ക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം വന്നപ്പോ എനിക്ക് മനസ്സിലായി, കൂട്ടുകാർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും ചേച്ചി നമ്മളൊരു ലെവലിൽ എത്താനാ. പക്ഷെ അമ്മ അച്ഛനെ ഇറക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആവും പരിപാടി. അബി എഡിറ്റിംഗ് ഒക്കെ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്? അതെ, എല്ലാം സ്വന്തമായിട്ടാ.
അത് ഇപ്പം വേറെ ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിക്കാറായോ? ഓ ഇല്ല, ഞാൻ തന്നെ ഞാൻ തന്നെ ചെയ്യാന്ന് വെച്ചോണ്ടിരിക്കുക. ഈ ഡ്രീമിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ സിനിമയുണ്ടോ അബി? ഉണ്ട് ചേച്ചി. അഭിനയമാണോ ഡയറക്ഷൻ ആണോ? എല്ലാം ഒരു സെറ്റ്. എന്നാലും ഒരു പടി മുന്നിൽ എന്താ? എന്താ ചേച്ചി? ഒരു പടി മുന്നിൽ എന്താ? ഒരു പടി മുന്നിൽ നല്ലൊരു കഥയൊക്കെ എഴുതാം, അങ്ങനെ. അതാണ്. എന്തെങ്കിലും ഉണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് മൈൻഡിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോ ചില തോന്നൽ വരുമ്പോ ഒരു പ്രത്യേക മുക്കിൽ ഇങ്ങനെ കുറിച്ചിടും. എന്നിട്ട് എപ്പോഴേലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല ചേച്ചി. നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് അതിനുവേണ്ടി ഒരു കറക്റ്റ് സമയം കണ്ടെത്തി ഇത് മാത്രമായിട്ട് ഇരുന്നാൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അബി, ആ കുറിച്ച് വെച്ചതൊക്കെ നല്ലൊരു സിനിമയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേക്കൂ കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കാം. നല്ല, അതായത് നമ്മൾ സ്ക്രിപ്റ്റിലെ ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. ഈ ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനൊക്കെ കുറച്ച് എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങ് പോരട്ടെ. നമുക്ക് തിരിച്ച് നമ്മുടെ അവാർഡിലേക്ക് വരുമ്പോൾ അവിടെ വന്ന് കുറേ നമ്മുടെ ഏറ്റവും അവിടുത്തെ ഒരു എന്താ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളും സിനിമാക്കാരും ആയിരുന്നല്ലോ. അതിനെക്കുറിച്ച് പറയാമോ? അതെ, അത് ഭയങ്കര സന്തോഷമുള്ള സംഭവമായിരുന്നു. നമുക്കിപ്പം ഈ ആജി വർഗീസേട്ടൻ്റെ കൂടെ സൈജി കുറുപ്പേട്ടൻ്റെ കൂടെ ഒക്കെ നിന്ന് ഒരു അവാർഡ് മേടിക്കാൻ പറ്റിയത്, പിന്നെ ഒരുപാട് ക്രൂവിനെ കാണാൻ പറ്റിയില്ലേ, അതൊക്കെ ഭയങ്കര ഒരു മൂവ്മെന്റ് ആയിരുന്നു. നമ്മള് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇതൊന്നും. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരുടെ സ്നേഹം, ആർക്കും ഒരു ഇതില്ല, ഒരു ജാട അങ്ങനെ കാര്യങ്ങളും ഒന്നുമില്ല. ന്യൂസ് 8ന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ നമുക്ക് അത്രയും ഭയങ്കര കെയറും അതൊക്കെ തരുമ്പോ നമുക്ക് ഒരു നമ്മളെന്തോ ആണ് എന്നൊരു ഫീല്, അങ്ങനത്തെ ഫീലൊക്കെ സത്യമായിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പേടി നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുവോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് വന്ന ഗസ്റ്റ് നിങ്ങളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക താങ്ക്സും കൂടി ഉണ്ട് കേട്ടോ. ഒരു ടെൻഷനും അടുപ്പിക്കാതെ പറഞ്ഞ സമയത്തിനെക്കാട്ടിലും കുറച്ചുകൂടി നേരത്തെ എത്തി അബി. അപ്പോൾ എന്തായാലും അബി, എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുന്നോട്ട് ഒരുപാട് പോകാൻ കഴിയട്ടെ. അമ്മ ഒരു പാട്ട് പാടിയല്ലോ അമ്മ നമുക്ക്? അയ്യോ, തൊഴുത് പിടിക്കുന്നു. ശരി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണ് രാവിലെ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ്? അമ്മ നല്ല കുക്കാണോ? ഞങ്ങളോട് സംസാരിച്ച് സന്തോഷമുണ്ട്, കാരണം ചേച്ചിയാണല്ലോ ഞങ്ങളെ ആദ്യം വിളിച്ചത്. അതെ അതെ അതെ, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷം. ഞാൻ നിങ്ങളുടെ ഒരു ഫോളോവർ ആയിരുന്നു ഞാൻ, അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പൊ എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്. അമ്മ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ്? ദോശയും ചമ്മന്തി. മാവ് ബാക്കിയുണ്ട്, അപ്പൊ ഇന്ന് ദോശ. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു, ആ മാവാണോ ബാക്കി വെച്ചുണ്ടാക്കുന്നത്? അതെ അതെ, ഓക്കെ. അച്ഛൻ വന്നപ്പോ സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നോ അബി? വന്ന ദിവസം ശരി അമ്മ, ശരി അബി. രണ്ടുപേർക്കും അല്ല, എല്ലാവർക്കും, നിങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ വിളിച്ചതിനും എല്ലാത്തിനും ന്യൂസ് 18 ചാനലിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അബി. ബൈ. ന്യൂസ് 18 ദിയ പുരസ്കാര വിതരണ ചടങ്ങുകൾ ന്യൂസ് 18 സംപ്രേഷണം ചെയ്യും. ഇന്നും നാളെയും വൈകിട്ട് 4:30 മുതൽ പുരസ്കാരദാന ചടങ്ങ് ന്യൂസ് 18-ൽ കാണാം. പിട്ടാപ്പള്ളിയിൽ ഏജൻസി പ്രസൻസ് ന്യൂസ് 18 കേരളം ദിയ 2024. സൈജോടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സൈജോടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. സൈജോടെ കോട്ടിട്ട് കണ്ടല്ലോ, കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ തന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും, ചേട്ടാ പാത്രം കഴുകാണ്ട് ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരി വാഴണ പെണ്ണാള്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ഹരികൃഷ്ണൻ ചേരും.